മോളെ രാധമ്മ, ഞാൻ കാരണം എല്ലാവർക്കും വിഷമമായി. ശ്രീയുടെ ജീവിതം താറുമാറായി. വരാനുള്ളത് വഴി തങ്ങില്ല മോളെ. രുക്മിണി അമ്മയ്ക്ക് ശ്രീയുടെയും ഹരീഷിന്റെയും വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. രമ്യയുടെ നിർബന്ധം കൊണ്ടാ ഇതിന് സമ്മതിച്ചത്. രാജുവിനെ കണ്ടിട്ടാണ് രമ്യ അങ്ങനൊരു ശാഠ്യം പിടിച്ചത്. ഏതായാലും ശ്രീയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വന്നത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ കെട്ടിയ താലിയും പറിച്ചോണ്ട് പോയേനെ. അത്രയ്ക്ക് ദുഷ്ട മനസ്സാ അവർക്ക്. എല്ലാം നേരെയാവാൻ എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാരാതമ്മ. നിങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. സംഭവിച്ചതൊക്കെ സംഭവിച്ചത് തന്നെ. എങ്കിലും ഇങ്ങനെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നുവെന്ന് രാജുവെങ്കിലും ഒന്ന് പറയണായിരുന്നു. അന്ന് രുക്മിണിയമ്മ പ്രതിജ്ഞ എടുപ്പിച്ചപ്പോഴെങ്കിലും പറയേണ്ടതായിരുന്നു. നീ ഇന്ന് പട്ടിണി കിടക്കണം. അങ്ങനെയെങ്കിലും നീ ഒരു പ്രായച്ചിത്തം ചെയ്യ്. ഇത് കുറച്ച് കടന്നുപോയി. അതേടാ, കടന്നു പോവും. ഒരു കല്യാണമല്ല, 2 കല്യാണോ ഇവള് കാരണം മുടങ്ങിയത്. സ്നേഹം കൊതിച്ച 2 പെൺകുട്ടികളുടെ കണ്ണീരാ ഇന്നിവിടെ വീണത്. ശ്രീമോളുടെ ജീവിതം നശിപ്പിച്ചു. ഈ വീടിനുണ്ടാവേണ്ട വലിയ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കി. അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയ ഇവളോട് ഞാൻ എങ്ങനെ പൊറുക്കും? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറും. അധിക പ്രസംഗം നടത്തരുത്. രാജുവും രമ്യയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്ന കാര്യം ഈ കുട്ടി അറിഞ്ഞിട്ടില്ല. തനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം നടക്കാതിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അച്ഛനല്ലേലും ഇവളുടെ കൂടെ ആണല്ലോ. അച്ഛനും മോനും കൂടെ എന്തു വേണേലായിക്കോ, ഞാനൊന്നും പറയുന്നില്ല. രാജു ചെയ്തതിലും പ്രതീക മാഡം ചെയ്തതിലും വലിയ അപരാധമൊന്നും ഞാൻ കാണില്ല. അതുമാത്രമല്ല, ആളും പേരുമില്ലാതെ വെറുതെ താലി കെട്ടിയവരുടെ വിവാഹം എല്ലാവരെയും വിളിച്ചു വരുത്തി ഭംഗിയായിട്ട് ചടങ്ങുകൾ ഒപ്പിച്ച് ഒന്നുകൂടി നടത്താൻ ആലോചിക്കണേ. കൊള്ളാം. സ്വന്തം മോളുടെ കല്യാണം മുടങ്ങിയതില് അച്ഛന് ദണ്ണ ഒന്നുമില്ല. രതിക മോളുടെ കല്യാണത്തിന് ആളുകൾ കൂടാത്തതിലാ ദണ്ണം. ഒക്കെ അച്ഛന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, എനിക്ക് ഒന്നുമില്ല. രാജു, എന്താ വിവാഹം ഒരു ദൈവകാര്യമാണ്. ആരുടെ പേരാണോ ദൈവം നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നത് അവര് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഇവളാണ്. അത് നടന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ ചില പൂജകളൊക്കെ നടത്താറുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അതൊന്നും നടന്നിട്ടില്ല. എല്ലാം വെടിപിടിയെന്നായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, നാളെ തന്നെ വീട്ടിലൊരു പൂജ നടത്തണം. രാജുവിനും ഋതികയ്ക്കും നല്ലത് വരുത്താനും അവരുടെ ജീവിതം നന്നായി മുന്നോട്ട് പോകാനും ദേവതകളുടെ അനുഗ്രഹം തേടി ഒരു പൂജ. വച്ച് താമസിപ്പിക്കാതെ നാളെ തന്നെ നടത്താനാ തീരുമാനം. അച്ഛാ, അതിപ്പോ നാളെ തന്നെ വേണോ? വേണം. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന്. പോരാ, നാളെ തന്നെ വേണം. അനിഷ്ടകരമായ ചില സംഭവങ്ങൾ നടന്നു വെച്ച് ഇവിടെ ആരും പട്ടിണി ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എല്ലാവർക്കും ഭക്ഷണം എടുത്ത് വെക്കടി. ഞാൻ പലപ്പോഴും നിന്നോട് സൂചിപ്പിച്ചിരുന്നു അവനെ പൂർണ്ണമായി വിശ്വസിക്കണ്ടെന്ന്.
അത് നിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ എന്റെ മകനെ അവന്റെ ബുദ്ധി സാമർഥ്യവും മിടുക്കും കൊണ്ട് നിന്റെ മുന്നിൽ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ സാധിച്ചു. അവസാനം അവൻ മിടുക്കനും എന്റെ മകൻ കൊള്ളരുതാത്തവനുമായി. എല്ലാവരുടെ മുന്നിലും. അതെ അമ്മവ, എനിക്ക് ഇവരുടെ കാര്യത്തിൽ സംശയം തോന്നിയപ്പോ മുതൽ ഞാൻ ചിന്തിച്ചത് മുഴുവൻ അമ്മാവനെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചായിരുന്നു. ഇങ്ങനൊന്ന് സംഭവിച്ച നമ്മുടെ കുടുംബത്തിനുണ്ടാവുന്ന അപമാനം എത്ര വലുതായിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് നേരിട്ട് പറഞ്ഞാൽ അമ്മാവൻ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ പല രീതിയിലും അതിനെ ശ്രമിച്ചത്. പക്ഷേ എല്ലാത്തിലും ഞാൻ പരാജിതനായത് മാത്രമല്ല, അമ്മാവന്റെ മുന്നിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനുമായി. പ്രതാപ, നിനക്കും നമ്മുടെ കുടുംബത്തിനും ഇത്രയും ദ്രോഹം ചെയ്ത അവനെ എന്തു ചെയ്യാനാ നിന്റെ ഉദ്ദേശം? വെറുതെ വിടണം എന്നാണോ? എനിക്കറിയാം ഇനി എന്താ വേണ്ടെന്ന്. ഇത്രയും നാൾ രാഷ്ട്രീയത്തിൽ നിന്നത് പിന്നിൽ നിന്നും ചതിച്ചവരെയും മുന്നിൽ നിന്നും കുത്തിയവരെയും എല്ലാം കണ്ടും കൊടുത്തും തന്നെ. എന്നെയും എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രാജുവിനെ പെട്ടെന്നില്ലാതാക്കുന്നത് ബുദ്ധിയല്ല. എല്ലാത്തിനും